بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖസന്തോഷം പ്രദാനം ചെയ്യട്ടെ. നമ്മളെടുക്കുന്ന ഖുർആൻ ക്ലാസ്സിനെ ഒരു നാഫിയായ ഇൽമാക്കി തരട്ടെ. നമ്മളെയും നമ്മൾക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാദികളെ എല്ലാവരെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് 138ാമത്തെ വീഡിയോ ആണ്. ഇതിൽ 33ാമത്തെ ആയത്ത് മുതൽക്ക് ഖസസ് സൂറത്തിൽ നിന്നുള്ള 33ാമത്തെ ആയത്ത് മുതൽക്ക് എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب إني قتلت منهم نفسا فأخاف أن يقتلون. قال മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി തീർച്ചയായും ഞാൻ ഖത്തൽതു മിൻഹും നഫ്സൻ, അവരിൽ നിന്ന്, ഫിർഔന്റെ ആളുകളിൽ നിന്ന് ഒരാളെ ഞാൻ വധിച്ചിട്ടുണ്ട്. ഫഅഖാഫു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, അയ്യഖ്തുലൂനി എന്നാണ് അത്. എന്നെ അവർ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതായത് ഈ സംഭവം ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من عدوه وهذا من شيعته وهذا من عدوه എന്ന ആയത്തിൽ പറഞ്ഞത് മൂസ നബി അലൈഹിസ്സലാം വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സമയത്ത് ജനങ്ങളെല്ലാം വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രണ്ടാൾ വഴക്ക് കൂടുന്നത് കണ്ടു. ഒരാൾ തിരുത്തിയും ഒരാൾ ബനി ഇസ്രായേലിൽപ്പെട്ട ആളാണ്. മൂസനബിയുടെ ആ കുടുംബത്തിൽപ്പെട്ട ആൾ ബനി ഇസ്രായേൽക്കാരനാണ്. തിബത്തി ഫിറൗന്റെ ആളാണ്. അങ്ങനെ രണ്ടു കൂടി വഴക്കുകൂടി അടിപിടിയായി. ഈ അടിപിടിയിൽ മൂസനബി ഇടപെടുകയുണ്ടായി. കാരണം ബനി ഇസ്രായേൽക്കാരൻ സഹായം അഭ്യർത്ഥിച്ചതുകൊണ്ട് മൂസനബി അതിൽ ഇടപെട്ടു. കിബിത്തിയെ കൈമടക്കിയിട്ട് ഒരു ഇടി കൊടുത്തു. അങ്ങനെ അവിചാരിതമായിട്ട് അവൻ മരണപ്പെട്ടു. ഈ കൊലപാതകമാണ്. അത് മനഃപൂർവ്വം ചെയ്തൊരു കൊലപാതകമായിരുന്നില്ല. അത് അങ്ങനെ ഒരു അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചതാണ്. അതിലേക്ക് സൂചനയായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ 33ാമത്തെ ആയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. ഇവിടെ ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക ഇലാ ഫിർഔന വമലഇഹി ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ എന്ന് ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ട് തെളിവുകളുമായി ഫിർഔന്റെയും അവൻ്റെ പ്രധാനികളുടെയും അടുത്തേക്ക് പോയിക്കൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, തൗഹീദിലേക്ക് ക്ഷണിക്കണം എന്നുള്ള നിർദ്ദേശം മൂസ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയപ്പോഴാണ് മൂസ നബി ഇങ്ങനെ പറഞ്ഞത്, ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. ഞാൻ അവരിൽ ഒരാളെ കൊന്നിട്ടുണ്ട്. പടച്ചവനെ, നിനക്കറിയാമല്ലോ അത്. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ അതിന് പകരമായിട്ട് എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് മൂസ നബി അള്ളാഹുവിനോട് പറയാണ്. അപ്പോൾ എന്നിട്ട് മൂസ നബി തുടർന്ന് പറയുന്നുണ്ട്,
34-ാമത്തെ ആയത്തിൽ അഖീ ഹാറൂനു അഫ്സഹു മിന്നീ ലിസാനൻ ഫർസിൽഹു മഅയ്യ റിദഅൻ യുസദ്ദിഖുനി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. അഖീ ഹാറൂനു, എൻ്റെ സഹോദരൻ ഹാറൂൻ, ഹുവ അഫ്സഹു മിന്നീ ലിസാനൻ, എന്നേക്കാൾ അവന് വാഹി ഹാറൂൻ, എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം, ഹുവ അഫ്സഹു മിന്നീ ലിസാനൻ, അവന് എന്നേക്കാൾ ഭാഷപരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഫർസിൽഹു, ആയതുകൊണ്ട് അവന് നീ അയച്ചു തരണം, മായി, എൻ്റെ കൂടെ ഇതാൻ ഒരു സഹായിയായിട്ട്. ഇന്നീ, തീർച്ചയായും ഞാൻ, അഹാബു, ഞാൻ ഭയപ്പെടുന്നു, യുകദ്ദിബൂൻ, അവരെന്നെ കളവാക്കും, എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പറയാൻ കാരണം ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം കൂടി നോക്കുമ്പോൾ സംസാരത്തിൽ കഴിവ് ഹാറൂനാണ്. കാരണം മൂസ നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ ഉണ്ടായൊരു സംഭവം അനുസരിച്ച് തീക്കനൽ എടുത്തിട്ട് വായിലിടുകയുണ്ടായി. അതുകൊണ്ട് നാവിനൊരു ലേശം കൊഞ്ഞലുണ്ട്. കൊഞ്ഞൽ എന്ന് പറഞ്ഞാൽ അത്രയധികം ഒന്നുമില്ല, എങ്കിലും സംസാരത്തിനൊരു തപ്പൽ പോലെ ചിലപ്പോൾ അനുഭവപ്പെടും. അതുകൊണ്ടാണ് റബ്ബിശ്റഹ് സുദ്രി വയസ്രി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചവനെ, റബ്ബിശ്റഹ് സുദ്രി, എൻ്റെ നെഞ്ചിനെ നീ വിശാലമാക്ക്, വയസ്രി അംരി, എൻ്റെ കാര്യത്തെ എളുപ്പമാക്ക്, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ നാവിനൊരു കെട്ടുള്ളത് നീ അഴിച്ചു തരയണമേ റബ്ബിയാണ്. അപ്പോൾ ആ നാവിൻ്റെ കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അവിടെ? മൂസ നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ വളർന്നതാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുഴുവടി പ്രായത്തിൽ ഫിറഔൻ കുട്ടിയെ എടുത്തിട്ട് കൊഞ്ചുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ താലോലിക്കുന്ന ആ സമയത്ത് മൂസ എന്ന് പറയുന്ന കുട്ടി ഫിറഔന്റെ താടിക്ക് പിടിച്ചു വലിച്ചു. വലിയ നൊമ്പരപ്പെട്ടു ഫിറഔൻ ഈ വലിയുടെ കാരണത്താൽ. അപ്പോൾ ഫിറഔൻ മനസ്സിലാക്കി, ഇവൻ ചെറിയ കുട്ടിയൊന്നുമല്ല, കുട്ടിയാണെങ്കിലും കുട്ടിയുടെ സ്വഭാവമല്ല, ഇവൻ എന്നെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവനെ കൊന്നുകളയുക എന്നുള്ള തീരുമാനമെടുത്തു. പിന്നെ അതിൽ മധ്യസ്ഥന്മാരുടെ ഇടപെടൽ കാരണമായിട്ട് ഈ കുട്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് നമ്മളിങ്ങനെ ശിക്ഷ ഇതൊക്കെ കൊടുക്കാൻ അത് പറ്റുമോ? ചെറിയ കുട്ടിയല്ലേ, അവൻ എന്ത് ശിക്ഷിക്കാനാ എന്നൊക്കെ പറഞ്ഞ് മധ്യസ്ഥന്മാർ ഇടപെട്ടു. അങ്ങനെ മധ്യസ്ഥന്മാരുടെ ഇവന് ബുദ്ധിയില്ലാത്തതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പരിശോധന നടത്താൻ എന്ന് വെച്ചു. കൊട്ടാരത്തിലുള്ള അങ്ങനെ ഒരു സന്ദർഭം അവർ ഒരുക്കി. അപ്പോൾ കൊട്ടാരത്തിൽ ഇവന് ഒരു പാത്രത്തിൽ സ്വർണ്ണ കഷ്ണങ്ങൾ വയ്ക്കുകയുണ്ടായി, ഒരു പാത്രത്തിൽ തീക്കനൽ. അങ്ങനെ ഏതാണ് ഇവൻ എടുക്കുക എന്ന് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുക എന്ന് വെച്ചിട്ട് കുട്ടിക്ക് ഇത് രണ്ടും വെച്ചു കൊടുത്തപ്പോൾ അവൻ എടുക്കാൻ നോക്കിയത് സ്വർണ്ണമാണ്. മൂസ എടുക്കാൻ നോക്കിയത് സ്വർണ്ണമാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം കൈക്ക് തട്ടി. അത് പിന്നെ ചരിത്രം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കൈക്ക് തട്ടിയിട്ട് തീക്കനലെടുത്തു വായിലിട്ടു. അതാണ് ഇവിടെ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി എന്നൊക്കെ പറഞ്ഞിട്ട് താഹ സൂറത്തിൽ പറഞ്ഞ ആ ആയത്തിൻ്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് സംസാരത്തിന് ഒരു വിഷമം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ അഖീ ഹാറൂൻ അഫ്സഹു മിന്നി, എന്നേക്കാൾ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്, ആയതുകൊണ്ട് അവനെ എൻ്റെ കൂടെ സഹായിയായിട്ട് അയച്ചു തരണം. അപ്പം മൂസ നബി അലൈഹിസ്സലാം സഹോദരനെ കൂടി റസൂലാക്കി അല്ലെങ്കിൽ പ്രവാചകനാക്കാനുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഇവിടെ നൽകിയത്. ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച് യുസദ്ദിഖുനി, ഈ സഹായിയാക്കണം എന്ന് പറഞ്ഞ് ആ സഹായി എന്നെ അവൻ തസ്ദീഖാക്കും, ഞാൻ പറയുന്ന കാര്യങ്ങളെ അവന് വാസ്തവമായി അംഗീകരിക്കും, അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. ഇന്നി അഖാഫു, എന്നാൽ ഞാൻ ഭയപ്പെടുന്നു, യുകദ്ദിബൂനി,
അവർ എന്നെ കളവാക്കുമെന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയില്ല, സത്യസന്ധമായി അംഗീകരിക്കുകയില്ല, അവരെന്നെ കളവാക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ആയതുകൊണ്ട് ഹാറൂൻ എന്നേക്കാൾ സംസാരിക്കാൻ കഴിവുള്ള ആള് അവന് ഒരു പ്രവാചകനാക്കിയിട്ട് എൻ്റെ സഹായിയായിട്ട് അയച്ചു തരണമെന്ന് മൂസ നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹു തആല പറയുന്നത് എന്താ? അപ്പം 34-ാമത്തെ ആയത്താണ്. قال سنشد عضدك بأخيك ونجعل لكما سلطانا ولا يصلون إليكما بآياتنا أنتما ومن اتبعكم الغالبون. സനശുദ്ധ അലുതക്ക, നിനക്ക് നാം ശക്തി കൂട്ടിത്തരും. ശക്തി കൂട്ടിത്തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മൂസ നബിയുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ട് സനുഖവ്വിക ബിഅഖീക വനുഈനുക ബിഹി, നിന്റെ അഖിനെ കൊണ്ട് നിനക്ക് ശക്തി നാം കൂട്ടിത്തരും, നിന്നെ അവൻ സഹായിക്കുകയും ചെയ്യും. വനജഅലു ലക്കുമാ നിങ്ങൾ രണ്ടുപേർക്കും നാം ഉണ്ടാക്കിത്തരും സുൽത്താനൻ, അധികാരം, അല്ലെങ്കിൽ പിന്നെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഗലബത്തൻ, വിജയം ഉണ്ടാക്കിത്തരും, അധികാരം ഉണ്ടാക്കിത്തരും. ഫിറഔന് എതിരായിക്കൊണ്ടും ഖൗമിഹി അവൻ്റെ ജനങ്ങൾക്കും എതിരായിക്കൊണ്ടും. ഫിറഔനും അവൻ്റെ പ്രധാനികളും മൂസ നബിയെ എതിർക്കുന്ന ആളാണ്. ആദ്യമേ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബനി ഇസ്രായേലിൽപ്പെട്ട ജനിക്കുന്ന കുട്ടികളെയൊക്കെ കൊന്നുകളയണം എന്നവൻ ഉത്തരവ് പാസാക്കിയത്. ഉത്തരവ് ഇറക്കി അതനുസരിച്ച് കൊന്നുകളഞ്ഞിരുന്ന സന്ദർഭത്തിലാണ് മൂസ ജനിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ ജനിക്കുക അവന് ഒരു പിന്നെ വഹൈനായില ഉമ്മിഹി അനിഖ്ദിഫി ഫിത്താബൂത്തി ബഖ്ദിഫി ഫിൽ യമ്മി വൽ ഉൽഖിൽ യമ്മു ബിസ്സാഹിലി എന്നൊക്കെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നീൽ നദിയിൽ ഒഴുക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയും അതനുസരിച്ച് നീൽ നദിയിൽ ഒഴുക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊട്ടാരത്തിൽ എടുത്തു വളർത്തിയതാണ് മൂസ നബി. ആ മൂസ നബിക്ക് അല്ലാഹു തആല എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അതിൽ പെട്ടതാണ് മൂസ നബിയുടെ സഹോദരൻ ഹാറൂൻ നബിയെ കൂടി ഒരു പ്രവാചകനാക്കിയിട്ട് എൻ്റെ സഹായിയാക്കണം എന്നാവശ്യപ്പെട്ടു. അല്ലാഹു തആല ആ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ നിന്നെ നാം തുഖവ്വീക, നിന്നെ നാം ശക്തിപ്പെടുത്തും, ബിഅഖീക നിന്റെ സഹോദരനെ കൊണ്ട്, വനജഅലു ലക്കുമാ നിങ്ങൾ രണ്ടുപേർക്കും നമ്മൾ ഉണ്ടാക്കിത്തരും സുൽത്താനൻ ശക്തി, അധികാരം, ഇതൊക്കെ നിങ്ങൾക്കുണ്ടാക്കിത്തരും. ഫിറഔനെതിരായിക്കൊണ്ട് നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും, വിജയമുണ്ടാവും, തസല്ലുത്ത് എന്ന് പറഞ്ഞാൽ അധികാരം ഉണ്ടാവും. പല യസ്ലൂന അവർ ഇലൈക്കുമാ നിങ്ങൾ രണ്ടുപേരിലേക്കും അവർ വന്നെത്തുകയില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കെതിരായിക്കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ നിലക്കുള്ള ശക്തി നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിത്തരും, അധികാരം ഉണ്ടാക്കിത്തരും, എല്ലാം നടക്കും. ബി ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ കാരണമായിട്ട് അന്തുമാ നിങ്ങൾ രണ്ടുപേരും മനിത്തബഅകുമാ നിങ്ങളോട് പിൻപറ്റിയ ആളുകളും അൽ ഗാലിബൂൻ വിജയികളായിത്തീരും. ബി ആയാത്തിന അന്തുമാ മനിത്തബഅകും അൽ ഗാലിബൂൻ നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയായിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളോട് പിൻപറ്റിയവരും അൽ ഗാലിബൂന നിങ്ങൾ വിജയിച്ചവരാവും. നിങ്ങളെ മറികടക്കാൻ ഇവർക്ക് കഴിയില്ല. പല യസ്ലൂനയിലേക്കും നിങ്ങളുടെ അടുത്ത് അവർ വന്നെത്തുകയില്ല. നിങ്ങളെ മറികടന്നുകൊണ്ട് ഒരു പ്രതികാര നടപടി സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല. അത്രയും നിങ്ങളെ ഞാൻ നമ്മൾ ശക്തിപ്പെടുത്തും എന്ന് 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്.
ഫലമ്മാ ജാഅഹും മൂസാ ബിആയാതിനാ ബയ്യിനാത്തിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ സിഹ്റുൻ മുഫ്തറൻ വമാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ. 36-ാമത്തെ ആയത്തിൽ ഫലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ബി ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ, അവിടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് യദും പിന്നെ അസ വടിയും കയ്യും, ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളും വളരെയധികം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അവർ പറയാൻ തുടങ്ങി, കാലു അവർ പറഞ്ഞു, മാഹാദ ഇതല്ല ഇല്ലാ സെഹ്റുൻ, ഇത് ജാലവിദ്യ മാത്രമാണ്, മറ്റു ജാലവിദ്യ അല്ലാതെ വേറൊന്നല്ല ഇത്. ഇവർ കാണിക്കുന്ന ഈ പണിയൊക്കെ അത് വടി പാമ്പാവുക എന്നുള്ളതൊക്കെ ജാലവിദ്യയാണ്, അത് സെഹറാണ്. സെഹർ എന്ന് പറഞ്ഞാൽ ജാലവിദ്യ. മുഫ്തറൻ ഇത് ഉണ്ടാക്കിയ ചില ജാലവിദ്യകളാണ്. അതുകൊണ്ട് ഇത് ഇത് വെറും സ്വയം കെട്ടി ഉണ്ടാക്കിയ ചില ജാലവിദ്യകൾ അത് ദൈവികമാണെന്ന് അവരവകാശപ്പെടുക അതൊട്ടും ശരിയല്ല എന്നൊക്കെ തള്ളിപ്പറഞ്ഞു അവർ. വമാ സമിഅനാ ബിഹാദാ ഇത്തരം സംഗതികളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഫി ആബായിന ഞങ്ങളുടെ പൂർവികന്മാരായ അൽ അവ്വലീന ആ പൂർവികന്മാരായ പിതാക്കളിൽ ഞങ്ങൾ കേട്ടിട്ടില്ല ഇതൊന്നും എന്നാണ് അവർ പറയാൻ തുടങ്ങിയത്. ഫലമ്മാ ജാഅഹും മൂസാ ബിആയാതിനാ ഫലമ്മാ ജാഅഹും മൂസാ ബിആയാതിന എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം വ്യക്തമായ തെളിവുകളുമായിട്ട് മൂസ നബിയെ നമ്മൾ അയച്ചു ഫിറഔന്റെ അടുത്തേക്ക്. ബറാഹീന് സാത്തിയാവൽ മൊയ്ജിസാത്തിൽ കാത്തിയ മൊയ്ജിത്തുകൾ യദും വടിയും യദും കയ്യും വടിയും പിന്നെ കൈ പ്രകാശിക്കുക എന്നുള്ള സംഭവം, അത് അദ്ദാലത്തു അലാ സിദ്ഖിഹി മൂസ നബി സത്യസന്ധനായിട്ട് വന്ന പ്രവാചകനാണ് എന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്ന മൊയ്ജിസത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനെ സംബന്ധിച്ച് അവർ പറയുന്നത് മാഹാദായില്ല സെഹറും മുഫ്തറാൻ കെട്ടിയുണ്ടാക്കിയ ചില ജാലവിദ്യകളാണ്, ഇത് കള്ളത്തരമാണ്, ഇത് അവർ പഠിച്ചുണ്ടാക്കിയതാണ്. ഇതിനെ ഇഫ്തറൈതഹു മിൻ ഖിബലി നഫ്സിക വ തൻസിബുഹു ഇലല്ലാഹ്, ഇതിനെ നീ സ്വന്തം കെട്ടിയുണ്ടാക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, ദൈവികമായ ഈ അദൃശ്യ സംഭവങ്ങളാണ് എന്ന് നീ വാദിക്കുകയും ചെയ്യുകയാണ് എന്നാണ് മൂസ നബിയോട് പറഞ്ഞത്. അതുകൊണ്ട് വമാ സമിഅനാ ബിഹാദാ ഫീ ആബാഇന ഇത്തരം ചില അവകാശവാദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ല. വമാ സമിഅനാ ബിമിസ്ലി ഹാദിഹി ദഅവത്ത് തൗഹീദ്, ഇത്തരം ചില ഈ ദഅവ എന്ന് പറഞ്ഞാൽ തൗഹീദിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ക്ലെയിമുകൾ, ദൈവവിശ്വാസം, ഏകദൈവ വിശ്വാസത്തെ പറ്റിയുള്ള ഈ ഇത്തരം വാക്കുകളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഫി ആബാഇനൽ അവ്വലീൻ ഞങ്ങളുടെ പൂർവികന്മാരായ പിതാക്കളിൽ. അതുകൊണ്ട് ഫി ആബാഇന വ അജ്ദാദിന സാബിഖീൻ അവരിൽ നിന്നൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഫിറഔനും പാർട്ടിയും പറയുന്നത്. 36-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് 37-ാമത്തെ ആയത്ത് മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.